ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാവരും അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു എൻക്വയറി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ ചെയ്യുക ഒരു വെൽനസ് എന്നുള്ള ഒരു ആസ്പെക്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അഭ്യംഗം ഇലക്കിഴി ചെയ്യുന്നൊക്കെ പറയും. ഈ ഇലക്കിഴി വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരല്ലേ, ഇലക്കിഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പേഷ്യൻസിന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇലക്കിഴി എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കിഴി ഭയങ്കരമായിട്ടൊരു ഡീടോക്സിഫിക്കേഷൻ ആണ്. ഡീടോക്സ് ഉദ്ദേശിച്ചാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇലക്കിഴി അല്ലെങ്കിൽ പോട്ട്ലി മസാജ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഹെർബൽ ബണ്ടിൽസ്, അതായത് അതിന് പ്രത്യേകതയുള്ള ഇലകളുണ്ട്, അതെല്ലാം തന്നെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതൊരു പ്രിപ്പറേഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മളൊരു കിഴി രൂപത്തിലാക്കി അത് തൈലം മുക്കിയിട്ട് തൈലത്തിൽ ഏതാണോ നമുക്ക് അനുയോജ്യമായിട്ടുള്ള തൈലം അതിനകത്ത് മുക്കി ചൂടാക്കി നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നതാണ്. അബ്സല്യൂട്ട്ലി അതൊരു കംപ്ലീറ്റ് ഡീടോക്സ് ആണ്, ക്ലെൻസ് ചെയ്യും. ഒരു 3 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറയും. എന്താ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോഡി ലൈറ്റ് ആവും. ഒരു ലൈറ്റ് ഫീൽ, ഇൻഫ്ലമേഷൻസ്, ഷട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഉടുപ്പുകൾ എന്തൊക്കെയാണെങ്കിലും നമുക്കത് ഫീൽ ആകാൻ പറ്റും. നമുക്ക് ഫീൽ ചെയ്യും അത് ലൂസായി എന്നുള്ളത്. വെയിറ്റ് ലോസ് ഒന്നും സ്പോട്ടിലൊന്നും വരുമൊന്നുമില്ല, പക്ഷേ ഓവറോൾ ബോഡിയിൽ ഒരു ഹെവിനെസ് പോകും, ലൈറ്റ് ആവും, എനർജറ്റിക് ആവും. സോ ഇലക്കിഴി നമ്മൾ എപ്പോഴും ഒരു ഡീടോക്സ് മെത്തേഡിനകത്ത് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് അമേസിങ് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്, ഡാം ഷുവർ ആണ്.